ഹായ്. ഇന്നലെ ഈവനിങ് ആയപ്പോൾ ഞാനും ചേച്ചിയും സൈഷേട്ടനും അപ്പവും പൊടിമോനും എല്ലാം കൂടെ ലാഹ വരെ പോയി. ലാഹയിൽ ഇപ്പം നല്ല രസമല്ലേ, ഇപ്പം സീസൺ ആയത് കൊണ്ട് ഒരുപാട് കടകളും അവിടെയൊക്കെ ഭയങ്കര തിരക്കും ഒക്കെയാണ്. അപ്പം വെറുതെ വൈകിട്ടിരുന്നപ്പോൾ എല്ലാവരും കൂടെ ഇത് മുക്കം ക്രോസ് വേ ആണ്, കാണുന്ന പമ്പാ നദിയാണ് കേട്ടോ. അപ്പുറത്ത് കക്കാട്ടാർ ഒഴുകുന്നുണ്ട്, ഇത് രണ്ടും കൂടെ സംഗമിക്കുന്നതാണ് അവിടെ പോത്തുമൂടെ. അപ്പം ഞങ്ങൾ വെറുതെ ഈവനിങ് ആയപ്പോൾ ബോറടിച്ച് ഇരുന്നപ്പം നല്ല ആഹ വരെ പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ പോയതാണ്. റോഡിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, വണ്ടിയുടെ ശബരിമല പാത ആയത് കാരണം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ക്ലൈമറ്റും നല്ലായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. ഇത് വലിയ വളവാണ്, ലാഹിലെ വലിയ വളവാണ്. മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്. സൂര്യാസ്തമയം കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. നമ്മുടെ പത്തനംതിട്ടയിലെ ചെറിയ ഊട്ടിയും മൂന്നാറും ഒക്കെയാന്ന് എല്ലാവരും പറയും. അതുപോലെ നല്ല രസമാണ് കാണാൻ. ചുറ്റിനും മൊത്തം കൈതത്തോട്ടങ്ങളാണ്. ഇവിടെ ഇതെല്ലാം എസ്റ്റേറ്റാണ്, AVT എസ്റ്റേറ്റാണ് ഇതെല്ലാം, ഹാരിസണിൻ്റെ. അപ്പം കണ്ടോ, ഇവിടെ കണ്ടോ മലകളൊക്കെ നല്ല കാണാം. ഇപ്പം റബ്ബറൊന്നും ഇല്ലാത്ത കാരണം കൈതത്തോട്ടങ്ങളെല്ലാം. അപ്പം ഒരുപാട് മലകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. സൂര്യാസ്തമയം കാണാനും ഒക്കെ നല്ല രസമാണ് ഇവിടെ നിന്ന്. അപ്പം ഞങ്ങൾ ഇതുവഴി അങ്ങുമൊഴിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഇതുവഴി മിക്കപ്പോഴും പോകാറുണ്ട്. അപ്പം ചേച്ചിയൊക്കെ ഈ ഭാഗത്തോട്ട് അങ്ങനെ വരാറില്ല. അപ്പം ചേച്ചിയോട് പറഞ്ഞ് നല്ല കാണാമെന്ന് പറഞ്ഞ് ഇപ്പോൾ പൊടിമോനും വന്നിട്ടുണ്ടായിരുന്നു ചെറുകോൽപ്പുഴയിൽ നിന്ന്. അപ്പം പൊടിമോനെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാർ കണ്ടില്ലേ, ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ വാഗമണ്ണൊക്കെ പോയത് തന്നെ ഒരു നല്ല രസമാണ് ഇവിടെ. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും പിന്നെ സൂര്യാസ്തമയം എത്ര 5:30-6 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ ചെന്നത്. ഇങ്ങനെ മങ്ങിയെ കാണുന്നുണ്ടായിരുന്നു, കുറേ കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നായിരുന്നു. ഇവിടെ താഴോട്ട് ആ ഗേറ്റ് കണ്ടില്ല, അവിടെ എല്ലാം കൈതത്തോട്ടങ്ങളാണ്. അവിടെ കൈതക്കാർ പോകുന്ന സ്ഥലങ്ങളാണ്. കൈതച്ചൊക്കെ ആകാറായില്ല, മൊത്തം തൈ ആയി വരുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ താഴെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ നള്ളി പറഞ്ഞായിരുന്നു. പിന്നെ ഇടയ്ക്ക് വാഴക്കൃഷി ഉണ്ടെന്ന് തോന്നാറിയോ സ്ഥലമായിരിക്കും, അവിടെ കുറേ വാഴക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങി നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. മാമാട്ടി വണ്ടിയിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. മിഷൂട്ടി ഉറങ്ങിയിട്ടപ്പം അവിടെ ഇറങ്ങിയപ്പം അവൾ അങ്ങ് ഉണർന്നു വന്നാരം തന്നെ. അപ്പം ഇങ്ങനെ വണ്ടി ഇപ്പോൾ സൈഷേട്ട ഞാൻ വ്ളോഗ് ചെയ്യുന്ന എന്നെ കളിയായിക്കൊണ്ടിരിക്കും, ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പൊടിമോൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് മാമട്ടി നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ സൂര്യന്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണേ. നല്ല വണ്ടി പോക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അതിൻ്റെ മേളിൽ കാണുന്ന പിന്നെ കാടാണേ. ഇവിടെ പന്നി ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ഷീറ്റിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, കൈതയ്ക്കകത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. സൈഷണ്ണ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആ താഴെ ഒരു റോഡ് കാണാമല്ലോ, അത് നമ്മൾ കയറി വന്ന റോഡാണേ. അത്രയും ഹൈറ്റിൽ നമ്മൾ കയറി വന്നു. ഷൂട്ട് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കണ്ടിട്ട്. അവൾ അന്നേരം ഉടന്ന് എല്ലാം നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഒരുപാട് മലകളൊക്കെ ഉണ്ട്. മലകളെന്നാൽ നമ്മൾ ഇവിടെ ഫുള്ള് നിന്ന് കാണാൻ പറ്റും. നല്ല രസമായ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നേരെ കുറച്ച് മുന്നോട്ട് പോയ ലാഹയിൽ, ഞാൻ പറഞ്ഞു ലാഹയിലോട്ട് പോയി അവിടെ കടകളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ പോകാൻ തീരുമാനിച്ചു. അവിടെ പോയി ചായ കുടിച്ച് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഞാൻ റോഡിൻ്റെ കാര്യം പറഞ്ഞില്ല, അതുകൊണ്ട് ആ റോഡിൽ കൂടെ നമ്മൾ മേളിൽ കയറി വന്നതേ. ഇപ്പം വണ്ടിയൊക്കെ പോകുന്നത് കാണാം. അവിടെ നിന്ന് ഇത്രയും ഹൈറ്റിൽ ഇങ്ങ് കയറി നമ്മൾ വന്നു. പിന്നെ മുന്നോട്ട് പോയി, പമ്പാ വണ്ടിയാണേ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി, അങ്ങ് കാട് വരെ, പ്ലാപ്പള്ളി വരെ പോയില്ല, കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് വണ്ടി തിരിച്ചു പോകുന്നായിരുന്നു. അവിടെ വനത്തിൽ കയറുമ്പോൾ നല്ല തണുപ്പാണ്. ചേച്ചി ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. പിന്നെ ചേച്ചിയെ കുറച്ചേടെ അങ്ങോട്ട് പോയി കണ്ടിട്ടാണ്. അവിടെ എല്ലാം പിള്ളേരെല്ലാം നിൽപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിറയെ ആൾക്കാർ വരും കാണാനും, നല്ല രസമല്ലേ. അങ്ങനെ പൊടിമ ഫ്രെഡിയിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നു, ഇതെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ സൈഷേട്ട ഓരോ കുറുഷ്ടി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമാട്ടി ഉറക്കമായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പം അവിടെ ആയപ്പോൾ ഉണർന്നായിരുന്നു മാമാട്ടി. കുറച്ച് മുന്നോട്ടങ്ങ് പോയി. അവിടെ മുകളിൽ നല്ല ഇപ്പം പമ്പയിൽ അധികം കടകളില്ലെന്ന് തോന്നി. ഇപ്പം ഈ ലാഹയിൽ ഒരുപാട് കടകളുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഹോട്ടലുകളും സീസൺ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഈവനിങ്ങിലൊക്കെ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളല്ലേ, ഇവിടെയൊക്കെ പത്തനംതിട്ട ഉള്ളവർക്കൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങനെ വ്ലോഗ് ചെയ്യാനും ഇതിനൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറിയ റബ്ബർ മരങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പണ്ടിവിടെ ഫുള്ള് റബ്ബറായിരുന്നപ്പം അങ്ങനെയൊന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റും. ഇപ്പം റബ്ബറൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് കാണാം. ഞാൻ പറഞ്ഞില്ലേ കടകൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന്. ഇവിടെ തൊട്ട് കടകൾ തുടങ്ങുന്ന മുകളിലോട്ടെ ഒരുപാട് അയ്യപ്പന്മാരുടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങളിവിടുന്ന് മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ പോയി. അവിടെ കുറേ ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ട് കാടിൻ്റെ അവിടെ. അവർക്ക് ഇങ്ങനെ ഭൂമി കൊടുത്തിട്ട് സർക്കാർ കൊടുത്തിട്ട് അവിടെ കുറേ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്നാൽ അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം, കുറച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാട് ഭാഗമായി അവിടെ കുറച്ച് മുന്നോട്ട് പോയി ചേച്ചി അതൊക്കെ കാണിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത്. കുറേ അങ്ങോട്ട് പോയില്ല, കുറച്ചിടെ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇവിടെ ലാഹി അങ്ങോട്ട് കാടാണല്ലോ, ശബരിമലയിലോട്ട് പോകുന്ന പമ്പായിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മളിതുവഴി നേരത്തെ പോയിട്ടുണ്ട്, ആങ്ങമൊഴിയിലും പോവും ഈ വഴി. അറുകണ്ണൻ്റെയൊക്കെ അവിടെ പോയി ചിപ്പിയുടെ വീട്ടിൽ പോകുന്ന ഈ വഴിയാണ്. നമ്മൾ മിക്കപ്പോഴും ഈ കാട്ടിക്കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പം നല്ല റോഡ് കാരണം പെട്ടെന്ന് അങ്ങ് ചെല്ലും. അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അപ്പനോട് പറഞ്ഞ് നമുക്കെന്നാൽ തിരിച്ച് പോകാം, ഇതിൽ താമസിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് തിരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നേരെ തിരിച്ചിങ്ങ് പോന്നു. ആ കടയൊക്കെ ഉള്ളിടത്ത് പിന്നെ തിരിച്ച് വന്ന് അവിടെ നിർത്തി കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് ചേച്ചി. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി ഒതുക്കിയിട്ട് ആ ഹോട്ടലിൽ കയറി അവിടുന്ന് ചായയും പിന്നെ ബോളിയും കൂടെ കഴിച്ചു. ചേച്ചിയൊക്കെ പരിപ്പോടെയൊക്കെ കഴിച്ചു. ബോളി കഴിക്കുന്നത് വിഷുട്ടിക്ക് ഞാൻ ബോളി കഴിക്കുമ്പോൾ അവൾക്കും വേണം, അവൾക്കതിനെ കൊടുക്കാൻ പറ്റില്ല. അവളിങ്ങനെ നോക്കി ഇന്ന് വഴക്കുണ്ടാക്കും. പിന്നെ ഞാൻ ഇച്ചിരി പൊടിച്ച് അവിടെ വായിലൊക്കെ വെച്ച് കൊടുക്കും. മാമാട്ടി ആ സമയം ഉറങ്ങിയായിരുന്നേ. പിന്നെ മാമാട്ടി നേരത്തെ തന്നെ ഉണന്നു. അവൾക്ക് പിന്നെ ഉണർന്നുകൊണ്ട് ബോളി പരിപ്പടയും അങ്ങനെയൊന്നും കഴിച്ചില്ല. അപ്പോൾ ബോളി കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ചായയും കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ താഴെയുള്ള കടകളില്ലേ, അങ്ങോട്ട് പോയി. പൊരിക്കടയും കുറേ സാധനങ്ങളെല്ലാം കിട്ടുന്ന അവിടെയെല്ലാം ഉണ്ടായിരുന്നു. കടകളും പിന്നെ വണ്ടിയും പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ. പണ്ടൊക്കെ നമ്മൾ ശബരിമല പോകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ നമുക്ക് മുത്തുമാലകളൊക്കെ കൊണ്ട് തരത്തില്ലേ, അവിടെയും കുറേ മാലകൾ അതുപോലത്തെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചേച്ചി കൊണ്ട് പറഞ്ഞു പണ്ട് നമ്മൾ ശബരിമല പോയിട്ട് വരുമ്പോൾ എല്ലാവരും മാലകളൊക്കെ പിള്ളേർക്ക് കൊണ്ട് തരത്തില്ലേ, ആ മാലകളൊക്കെ അവിടെ കിടക്കുന്നത് അതൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കമ്മലും ഒക്കെയാണ്. ഞാൻ അവിടെ കടയിൽ നിന്ന് കുറേ 2-3 പുഴുവും സ്ലൈഡും ഒക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പം വലിയ തിരക്കില്ല, അത് കാരണം നമുക്ക് നോക്കിയൊക്കെ എടുക്കാം. അല്ലാതെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കല്ലേ, നോക്കാനും എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇവിടെ എന്ത് സാധനം വേണമെങ്കിലും ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നോക്കി അപ്പോൾ എടുക്കാം. അപ്പം കുറച്ച് സാധനമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെറുതെ അതുവഴി നടന്ന്. പിന്നെ പൊടിപ്പം പറഞ്ഞത് എൻ്റെ പാവയുടെ വീഡിയോ എടുക്കണം, അങ്ങനെ പാവയുടെയൊക്കെ വീഡിയോ എടുത്തു. മാമാട്ടി ഇതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ കളിപ്പാട്ടൊന്നും വാങ്ങിച്ചില്ല. മാമാട്ടിക്ക് കഴിഞ്ഞ ദിവസമെല്ലാം വാങ്ങിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ട് കളയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാവയൊന്നും ഇപ്രാവശ്യം വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ ഉത്സവങ്ങളല്ലേ എല്ലാ അമ്പലത്തിലുമൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും പിള്ളേരോടെ മുന്നോട്ട് നടന്ന് അവർ വണ്ടി എടുക്കാൻ പോയി. എന്നാൽ വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്ന്. പിന്നെ അവിടെ താഴെ ഒരു ഉണ്ണിയപ്പം കിട്ടും, ചേച്ചിയുടെ കടയിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചു. അവിടെ നല്ല ഉണ്ണിയപ്പമായിരുന്നു. കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. ഒത്തിരി നേരം ഒരു 7 മണിയൊക്കെ ആയി. കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പം ഈ ലാഹയിലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ.